ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളിൽ ഒന്നാണ് ചെമ്പരത്തി. അപ്പോൾ ചെമ്പരത്തിയെക്കുറിച്ച് നമ്മൾ മുൻപേ 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തിയെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോകൾ പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെമ്പരത്തിയെക്കുറിച്ചുള്ള വേറെയും കുറച്ച് വിശേഷങ്ങളാണ് പറയാനുള്ളത്. ചെമ്പരത്തി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പലപ്പോഴും നമ്മൾ ചെമ്പരത്തി നടുന്ന സമയങ്ങളിൽ കമ്പ് നട്ടിട്ടായിരിക്കും ചെമ്പരത്തി നടുക. അപ്പോൾ കമ്പ് നടുന്ന സമയങ്ങളിൽ പലരും പറയാറുള്ള കാര്യമാണ് ഈ കമ്പ് നട്ടിട്ടും ചെമ്പരത്തിയിൽ വേര് വരുന്നില്ലെന്ന്. അപ്പോൾ എന്താണ് ചെമ്പരത്തിയിൽ കമ്പ് നട്ടിട്ടും വേര് വരാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ചെമ്പരത്തികൾ, ചില ഹൈബ്രിഡ് ചെമ്പരത്തികൾ വേര് പിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുന്ന ചെമ്പരത്തിയിൽ നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഒട്ടുമിക്ക പേര് ചെമ്പരത്തി നട്ടിട്ട് വേര് പിടിക്കാത്തതിൻ്റെ മെയിൻ റീസൺ നമ്മൾ ഈ നടുന്ന ഈ പോട്ട് മിക്സ് ഉണ്ടല്ലോ, അതിൽ ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ ചെളി പോലെയുള്ള ഒരു പരുവത്തിലുള്ള പോട്ട് മിക്സ് അല്ലെങ്കിൽ മണ്ണിലേക്കാണ് നമ്മൾ ചെമ്പരത്തിയുടെ കമ്പുകൾ നടുന്നതെങ്കിൽ ആ കമ്പിന്റെ അടിഭാഗം, മുറിപ്പാടിന്റെ ഭാഗം ചീഞ്ഞു പോകും. ആ ഒരു ചീച്ചിൽ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും ചെമ്പരത്തി നട്ടിട്ട് പിടിക്കാതെ ആ കമ്പ് അഴുകി പോകുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നടുന്ന ഒരു പോട്ട് മിക്സ് നല്ല നീർവാർച്ചയുള്ള, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഊർന്നു പോകുന്ന മണ്ണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെമ്പരത്തിയിൽ വേരുകൾ വരും. നിങ്ങൾക്ക് പലപ്പോഴും അറിയുന്ന കാര്യമാണ്. ഇനിയും നിങ്ങൾ നട്ടിട്ട് വേര് വരുന്നില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നനച്ചിട്ട് അതിന് മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി കൂടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കമ്പിന് വേര് വരും. പിന്നെ പലരും പറയാറുണ്ട് ചെമ്പരത്തി നീണ്ടു പോവുകയാണ്, ഒരുപാട് വളർന്ന് പൊക്കം വെച്ച് പോവുകയാണ്, പക്ഷേ 1-2 പൂക്കളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. നിറച്ച് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പലരും കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെമ്പരത്തി എന്നല്ല ഏത് ചെടികളും, റോസ് ആണെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന സമയങ്ങളിൽ ഈ മുകളിലോട്ട് പോകുന്ന കമ്പുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നമ്മൾ വെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സൈഡിലോട്ടുള്ള സൈഡ് ബ്രാഞ്ചുകൾ എണ്ണം കുറയുകയും ചെയ്യും, നീണ്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂക്കളുടെ എണ്ണവും കുറയും, ചില സമയങ്ങളിൽ പൂക്കളുടെ വലിപ്പവും കുറയും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പുകൾ ഒരിക്കലും ഒരുപാട് നീണ്ടു പോകാൻ സമ്മതിക്കരുത്. ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ കാണാനും വലിയൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ കമ്പ് നമ്മൾ ചെടി നട്ട ശേഷം ഒരു 2 അടി 3 അടിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ 3 അടിയിലേക്ക് എത്തുന്ന മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ തലപ്പൊന്ന് നുള്ളി കൊടുക്കുക. ഇങ്ങനെ തലപ്പ് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലോട്ടുള്ള ബ്രാഞ്ചുകൾ പ്രത്യക്ഷപ്പെടും. സൈഡിലോട്ട് ബ്രാഞ്ചുകൾ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അതിലും അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ കഴിഞ്ഞാൽ അതും നമ്മളൊന്ന് തലപ്പ് നുള്ളി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുഷായിട്ട് ചെടി കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇങ്ങനെ ഈ തലപ്പ് നുള്ളുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പൂടാനുള്ള വളങ്ങൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ തലപ്പ് നുള്ളുന്ന സമയങ്ങളിൽ പൂടാനുള്ള വളം ചെയ്ത് കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച അല്പം ഒന്ന് സ്ലോ ആവും. മറിച്ച് നമ്മൾ കുറച്ച് പച്ചച്ചാണകം കലക്കിയ ശേഷം ആ ഒരു തെളി നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി വീണ്ടും നന്നായിട്ട് ബുഷായിട്ട് വളരാൻ തുടങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബുഷായ ശേഷം നമ്മൾ പൂക്കളിടാൻ ചെടിയെ ഒന്ന് റെഡി ആക്കി എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചെടി ബുഷായിട്ട് വരികയും ചെയ്യും, നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക. പലരും ചെയ്യുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ റോസിൻ്റെയൊക്കെ പല വീഡിയോകളും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റോസ് ഈ ബുഷാക്കി എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. അപ്പോൾ റോസിനെ അപേക്ഷിച്ച് ചെമ്പരത്തിയുടെ പ്രത്യേകത, ചെമ്പരത്തി റോസിനേക്കാളും കൂടുതൽ അഗ്രസീവായിട്ട് പെട്ടെന്ന് വളരും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വളരുന്ന ചെടികൾ ബുഷാക്കി വെച്ച് കഴിഞ്ഞാലും പിന്നെയും വളരെ പെട്ടെന്നായിരിക്കും ബുഷായിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് വീണ്ടും ചെടി മാറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ചെമ്പരത്തി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു 3 മാസത്തിൽ ഒരിക്കലൊക്കെ എന്തായാലും പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, മണ്ണിൽ നട്ടിരിക്കുന്ന ചെമ്പരത്തിക്കും അതുപോലെ തന്നെ ചട്ടിയിൽ നട്ടിരിക്കുന്ന ചെമ്പരത്തിക്കും ഈ പൂവിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ചെമ്പരത്തി നിങ്ങൾക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ മണ്ണിലൊക്കെ നടുന്നതിൽ തെറ്റില്ല. കാരണം മണ്ണിലൊക്കെ നട്ട് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിലൊന്ന് വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറച്ച് പൂക്കൾ ചെമ്പരത്തി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ചെമ്പരത്തി നിറച്ച് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. ഈ ഫോളിയോ സ്പ്രേ ആയിട്ട് വളങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ചെമ്പരത്തിൽ വലിയ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന കാണാറുണ്ട്. അപ്പോൾ 1-2 പൂക്കളൊക്കെയാണ് നമ്മളെ ചെടിയിലുള്ളതെങ്കിൽ NPK 19-19 നമ്മളൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയെ. അപ്പോൾ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയങ്ങളിൽ നിറച്ച് പൂക്കൾ ഉണ്ടായി വരും. പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ അതും നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ചിലർ പറയുന്ന ഒരു പ്രശ്നമാണ്, കോമൺ ആയിട്ട് പറയുന്ന പ്രശ്നമാണ് ചെമ്പരത്തിയുടെ പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ചെമ്പരത്തിയുടെ പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകാൻ 2-3 റീസൺ ഉണ്ട്. അതിൽ ഒന്നാമത്തെ റീസൺ ഫംഗൽ ബാധകളാണ്. മുട്ടനെയൊക്കെ ആക്രമിക്കുന്ന ചെറിയ ഫംഗസുകൾ വന്നു കഴിഞ്ഞാൽ മുട്ടകൾ വിരിയുന്നതിന് മുമ്പ് തന്നെ പൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ചെമ്പരത്തിക്ക് ഒരുപാട് നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളം കിട്ടിക്കഴിഞ്ഞാലും പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണകത്തിൻ്റെ തെളി ഒരുപാട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കമ്പോസ്റ്റ് നമ്മൾ നിരന്തരമായിട്ടൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടെങ്കിൽ, നൈട്രജൻ കൂടുതൽ അടങ്ങിയ കമ്പോസ്റ്റ് ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഇടയ്ക്ക് പൂമുട്ടുകളൊക്കെ ഒഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ NPK വളങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പൂമുട്ട് കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ കുറവ് കൊണ്ടും പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയിട്ടില്ലെങ്കിലും പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നത് കാണാറുണ്ട്.
അപ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വെക്കുക എന്നാണ് അതിന് പറയാനുള്ളത്. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് ചെടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ചെടിയുടെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് നിറച്ച് പൂക്കൾ നമുക്ക് ചെടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പലരും പറയാറുള്ള കാര്യം ചെമ്പരത്തി വളരെ നന്നായിട്ട് വളരുന്നുണ്ട്, വലിയ ഇലകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ പൂക്കൾ തീരെ ഇല്ല എന്നാണ് പറയാറ്. അപ്പോൾ ചെമ്പരത്തിയിൽ വലിയ ഇലകളാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അത് നൽകുന്ന സൂചന അതിന് കിട്ടുന്ന നൈട്രജൻ്റെ വലിച്ചെടുക്കുന്ന നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ മണ്ണിൽ ഒരുപാട് നൈട്രജൻ അതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇലകളുടെ വലുപ്പം വളരെ വലുതായിട്ട് കാണുന്നതും അതുപോലെ തന്നെ പൂക്കൾ തീരെ ഇല്ലാത്തതും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നൈട്രജൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളങ്ങൾ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയ വളങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് വലിയ ഇലകൾ ഉണ്ടാകുമ്പോൾ ചെടി നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കാരണം നൈട്രജൻ കൂടുതൽ വലിച്ചെടുക്കുമ്പോൾ ചെടിയിൽ വലിയ ഇലകൾ കാണും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴത്തൊലിയുടെ ഒരു പ്രയോഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പഴത്തൊലി ഇട്ട് വെച്ച വെള്ളം, അപ്പോൾ അത് നമ്മൾ ഇതിൽ ഇടയ്ക്ക് ഒരു 15 ദിവസം 10 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെമ്പരത്തിയിൽ ഒരുപാട് പൂക്കളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ വലിയ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഹൈബ്രിഡ് ചെമ്പരത്തികളിലേക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിറച്ച് പൂക്കൾ, വലിയ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പലരും ഇൻസ്റ്റാഗ്രാമിൽ ചെമ്പരത്തി പൂക്കുന്നില്ല, അല്ലെങ്കിൽ ചെമ്പരത്തിയിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ്. പലരും ചെയ്ത് വിജയിച്ചിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നിങ്ങളുടെ ചെമ്പരത്തിക്ക് ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.